ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വുമൻസ് ഡേ ആണ് അല്ലെ, ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആണ്. മാർച്ച് 8 എല്ലാവരും ആഘോഷിക്കുന്നത്. ശരിക്കും ഈ വുമൻസ് ഡേ ആഘോഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെയൊക്കെ മനസ്സിലത് പറയാട്ടോ. കാരണം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പഠിക്കുന്ന ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തു. ഭയങ്കര നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, നമ്മൾ കയറി വരുന്ന പെൺകുട്ടികളെല്ലാവരും അല്ലെങ്കിൽ വുമൻ എല്ലാവരും കയറി വരുന്ന സമയത്ത് കുറേ ആൺപിള്ളേർ ഇങ്ങനെ വരിയായി നിൽക്കുന്നു, കൈയടിക്കുന്നു, നമുക്ക് ഗിഫ്റ്റ് തരുന്നു, പൂ തരുന്നു, ചന്ദനമൊക്കെ തൊട്ട് വരുന്നു. അങ്ങനെയെല്ലാം നമ്മൾ ആനയിച്ച് അവിടെ സീറ്റിൽ കൊണ്ടിരുത്തുന്നു. ടീച്ചേഴ്സും മെൻസ് സ്റ്റാഫും അതുപോലെ തന്നെ ബോയ്സ് കുട്ടികളെല്ലാവരും കൂടി പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും ഞാൻ ചോദിക്കുന്നത്, ഒരു ദിവസത്തേക്ക് മാത്രം എന്താ പറയുക ഒരു ദിവസത്തേക്ക് മാത്രമാണോ സ്ത്രീകളെ ഇങ്ങനെ പൊക്കി നിർത്തേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് വന്നത്. അപ്പോൾ ഇന്നലത്തെ ഒരു ഇൻസിഡൻറ്റിൽ തന്നെ ആൺകുട്ടികൾ ഡാൻസ് കളിച്ചു. അപ്പോൾ ഡാൻസ് കളിച്ചതിലൊരു പാട്ടുണ്ടായിരുന്നു, തമിഴാണ്, ഓഫ്കോഴ്സ് തമിഴാണ്. അപ്പോൾ എനിക്ക് ആദ്യം ക്ലിയർ ആയില്ല. പിന്നെ ഞാൻ അടുത്തിരുന്ന കുട്ടീനോട് ചോദിച്ചിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്ത സമയത്ത് പെൺകുട്ടികളെ കുറിച്ച് എന്തോ ഉള്ളൊരു ഡയലോഗാണ്. അപ്പോൾ ഇവർ ഭയങ്കര കയ്യടി. അപ്പം ഞാൻ വിളിച്ചു, എന്തോ ഒരു പാട്ടിൽ പെൺകുട്ടികൾ എന്തോ ഒരു കാര്യം പറയുമ്പോൾ ഭയങ്കര കയ്യടി എന്നുള്ള ഇതിൽ. പക്ഷെ ഞാൻ അർത്ഥം ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് ആ പാട്ടിൽ പറഞ്ഞത് പെൺകുട്ടികളെ നൻപാതട എന്നുള്ളൊരു സാധനം, അതായത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതിലാണ്. അപ്പോൾ ഫുള്ള് ബോയ്സ് ബാക്കിലിരുന്ന് എല്ലാവരും ഭയങ്കര ചിരിയും കയ്യടിയും. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ട്, അത് വുമൻസ് ഡേയുടെ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഇവർ തന്നെ പെൺകുട്ടികളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളൊരു ലൈൻ വന്നപ്പോൾ അവർ കയ്യടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കത് പിന്നീട് അത് ആലോചിച്ചപ്പോൾ എനിക്ക് തന്നെ അവിടെ ഇനി ഇരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി. അപ്പോൾ ഇതൊക്കെ എത്രയൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചാലും, ലൈക്ക് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, സ്ത്രീകൾക്ക് ആ സുരക്ഷ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമുക്ക് വേണ്ടി മുന്നിലേക്ക് ഇറങ്ങുന്ന ഈ സോക്കോൾഡ് ഈ പറയുന്ന ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുരുഷന്മാർ, അവർ യാഥാർത്ഥ്യത്തിൽ അത് മനസ്സാലെ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഫോർ എ സിക്ക് ഓഫ് നെയിം, അല്ലെങ്കിൽ വെറുതെ കാണിക്കാൻ വേണ്ടി പ്രഹസനത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നത് പോലെ ആയിട്ടാണോ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത്. എന്താ പറയുക, അപ്പോൾ മീൻസ് അവരുടെ മൈൻഡ് സെറ്റാണ്. അതായത് പെൺകുട്ടികൾ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ആ പാട്ടിൽ ലൈൻ കേട്ടപ്പോൾ ഇവരെല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതായത് സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉദ്ദേശം, ഇതെല്ലാം മൈൻഡ് സെറ്റാണ് അല്ലേ? ആക്ച്വലി മെൻസ് ഡേ ആണെങ്കിലും വുമൻസ് ഡേ ആണെങ്കിലും ഇതൊന്നും ശരിക്കും പർട്ടിക്കുലർലി എന്താ പറയുക എടുത്ത് ആഘോഷിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ല. എവരി വൺ ഈസ് ഈക്വൽ, എല്ലാവരും ഈക്വലാണ്. അതിൽ ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ വേറെ LGBT കമ്മ്യൂണിറ്റി ഉണ്ടെന്നോ അങ്ങനെയൊന്നും ഒരു വേർതിരിവിൻ്റെ ആവശ്യമുള്ളതായിട്ട് തോന്നുന്നു. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അല്ലേ, എല്ലാവരും മനുഷ്യന്മാരാണ്. എല്ലാവരും ആ സ്നേഹവും ഹ്യൂമൻ ബീങ്സിന് വേണ്ട എല്ലാ ഇമോഷൻസും ഉള്ള ആൾക്കാരാണ്. അപ്പം അതിങ്ങനെ വേർതിരിച്ച് നമ്മൾ തന്നെയാണ് ആ വേർതിരിവിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യകത ഉണ്ടോ? ഇപ്പോൾ കുറേ എന്താ പറയുക, അപ്പോൾ പറയും, നീ മറ്റേ ഫെമിനിസ്റ്റാണ് അതാണിത്. അതേ, ഞാൻ ഫെമിനിസ്റ്റാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഫെമിനിസത്തിൻ്റെ അർത്ഥം അറിയാതെ സംസാരിക്കുന്ന, ഈവൻ സ്ത്രീകളും ഉണ്ട് ഫെമിനിസം എന്താണെന്ന് മനസ്സിലാക്കാതെ അറിയാതെ ബാക്കിയുള്ളവർ പറയുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ വിചാരം ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെമിനിസ്റ്റ് എന്നുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്ത്രീകൾക്ക് എപ്പോഴും പുരുഷന്മാരെക്കാൾ കൂടുതൽ പവർ വേണം അല്ലെങ്കിൽ അധികാരം വേണം, അത് വേണം ഇത് വേണം എന്ന് ചിന്തിക്കുന്നവരാണ് ഫെമിനിസ്റ്റ് എന്ന്. ഒരിക്കലുമല്ല. നമ്മളിൽ എല്ലാവരും, ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാവരും, നമ്മളിൽ ഓരോ ആൾക്കാരിൽ ആ ഒരു ഫെമിനിസം ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വലായിട്ട് എല്ലാം നേടണം അല്ലെങ്കിൽ നൽകണം, കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെ ചിന്തിക്കുന്നതാണ് ശരിക്കും ഫെമിനിസം. ഈ ഫ്രീഡം എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക, ആരെങ്കിലും ഒരാൾ തരേണ്ടതോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഇത് പറയുന്നത്, ഒരുപാട് വീടുകളിൽ ഈവൻ ആൺകുട്ടികൾക്ക് പോലും ഫ്രീഡം ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ഫ്രീഡം ഒരിക്കലും എന്താ പറയുക, നമ്മൾ ചോദിച്ച് മേടിക്കുകയോ അല്ലെങ്കിൽ അവകാശപ്പെട്ട് മേടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല.
ആക്ച്വലി അതിനിപ്പോൾ എന്താ പറയണേ, ഞാൻ ഭയങ്കരമായിട്ട് ഈ ഒരു സംഭവം കണ്ടു. പിന്നെ ഒരുപാട് പേര് ഇതേപോലെ വുമൻസ് ഡേയുടെ അന്ന് മാത്രമായിട്ട് എന്താ പറയുക പ്രത്യേകരമായിട്ട് അമ്മമാരെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യമാർക്ക് കാമുകിമാർക്ക് ടീച്ചേഴ്സിനൊക്കെ ഫ്ലവേഴ്സ് കൊണ്ടുപോയി കൊടുക്കുന്നു, അങ്ങനെ കൊടുക്കുന്നു. ഇതെല്ലാം എല്ലാ ദിവസവും ചെയ്യണം എന്നല്ല, പക്ഷെ ആ ഒരു ദിവസം മാത്രം അവരെ ഈ ഒരു ലെവലിൽ കണ്ട് പിറ്റേ ദിവസം തൊട്ട് ബാക്ക് ടു എന്താ പറയുക നോർമൽ. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ അമ്മമാർ പണിയെടുക്കുന്നു, അമ്മമാർ പണിയെടുക്കട്ടെ, ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നു. അപ്പോൾ അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തെന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് മെൻഷൻ ചെയ്യുക. വുമൻസ് ഡേ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അല്ലെങ്കിൽ വുമൻസ് ഡേ എന്ന് പറയുന്ന ഒരു കാറ്റഗറി അല്ല, ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? എല്ലാ ദിവസവും നമ്മൾ നോർമലായിട്ട് കണ്ടാൽ മതിയെന്നേ. എന്തിനാണ് ഭയങ്കര ഇതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്നും വേണം. നോർമലായിട്ട് എവരിവൺ ഈസ് ഈക്വൽ, എവരിവൺ ഈസ് നോർമൽ, എവറിത്തിങ് ഈസ് നോർമൽ, എല്ലാം നോർമലാണ്. അപ്പോൾ എല്ലാത്തിനും നോർമലായിട്ട് കണ്ടുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൂടാ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് ആൾക്കാർ ഇതിനെ നോർമലൈസ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അവർ അധികാരം മറ്റുള്ളവരിലേക്ക് അടിച്ചമർത്താനും അല്ലെങ്കിൽ അവർക്ക് പവർ കാണിക്കാനും ആ ഒരു രീതിയിലേക്കാണ് എന്താ പറയുക അങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പം അതിനൊന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ, നൂറ്റാണ്ടിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് മനുഷ്യന്മാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വലി റെസ്പെക്റ്റോടുകൂടി, റെസ്പെക്റ്റാണ് മെയിൻ, അല്ലേ? റെസ്പെക്റ്റ് ഇല്ലാതെ അതിപ്പം നമ്മളിപ്പോൾ സ്ത്രീ പുരുഷന് റെസ്പെക്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ പുരുഷന് സ്ത്രീക്ക് റെസ്പെക്റ്റ് കൊടുക്കണം എന്നല്ല. ഈച്ച് ആൻഡ് എവരി വൺ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണെങ്കിലും, അതിപ്പോൾ അനിയനായിരിക്കണം, അനിയത്തിയായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയോ അമ്മയോ അച്ഛനോ ആർക്കും ആണെങ്കിലും, വലുതോ ചെറുതോ ജാതി ഭേദം മറ്റേ ജെൻഡറൊന്നും നോക്കാതെ നമ്മൾ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെയുള്ള ഈഗോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഇത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പം ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട്. വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത നമ്മുടെ നാട്ടിൽ നിന്നല്ല, മൊത്തത്തിൽ അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് പേർക്ക് സന്തോഷം കിട്ടുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അതായത് ഒരു ദിവസം എനിക്ക്, അല്ലെങ്കിൽ എന്നെ അവർ ഇതാക്കുന്നു, അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരോട് നിങ്ങളങ്ങനെ ആ ഒരൊറ്റ ദിവസത്തിൻ്റെ സന്തോഷത്തിൽ നിങ്ങൾ അതേപോലെ അതെന്തോ വലിയ സംഭവമായിട്ട് കണ്ടിട്ട് ഒരിക്കലും അങ്ങനെ മുന്നോട്ട് പോകരുത്. കാരണം നമ്മൾ എല്ലാവർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകത്ത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം ഈ പർട്ടിക്കുലർലി ഇങ്ങനെ കിട്ടുന്ന ഒരു ദിവസത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഇതിൽ വീണ് പോവാതെ അതിൽ നമ്മൾ അടിമകളായി പോവാണ് ശരിക്കും, അല്ലേ? അങ്ങനെ ഒരു ദിവസം മാത്രമായിട്ട് ഇതാക്കുമ്പോൾ നമ്മൾ അതിലേക്കൊരു അടിമകളായി പോയി നമ്മുടെ ഉള്ളിലും ആ ഒരു തോട്ട് കൊണ്ടുവന്നിടുകയാണ്. എന്തോ ഒരു സെക്കൻഡറി കാറ്റഗറി ആണ് വുമൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തോ ഒരു സെക്കൻഡറി കാറ്റഗറി ആണെന്നുള്ളൊരു തോട്ട് തന്നെ കൊണ്ടുവരുന്ന ഒരു ഫീലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരാവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിരിക്കുക. എല്ലാവരെയും എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. താങ്ക് യു.